എന്താ സീരിയൽ തുടങ്ങിയോ? ഓ വന്നപ്പോ മുതലേ വാർത്ത ഇട്ടോണ്ടിരിക്കുക. ഇതിൽ ഇത്രയ്ക്ക് കാണാൻ എന്തോന്നിരിക്കുന്നത്? അടിയും വെട്ട് കൊലപാതകം തന്നെയല്ലേ? അല്ല, നിന്റെ സീരിയൽ ഇതൊന്നും ഇല്ലല്ലോ. അതിനകത്ത് അമ്മയും അമ്മായിയമ്മയും മരുമക്കളും മക്കളും ഒക്കെ എത്ര സർവ്വഗുണ സമ്പന്നരാ. ആഹാ, തുടങ്ങിയല്ലോ ഇവിടെ സംശയം. കൊച്ചുവായി വലിയ വർത്താനം. ചുമ്മാ തിരിയോടെ. അവള് ചോദിക്കട്ടെ, ചോദ്യങ്ങൾ ചോദിച്ച് കുഞ്ഞുങ്ങൾ വളരട്ടെ. മക്കൾ എന്തോ ചോദിച്ചേ? സർവഗുണ സമ്പന്നല്ലേ? ഇത് നല്ല ഗുണങ്ങളുള്ള എല്ലാ ഗുണങ്ങളും ചേർന്ന് നല്ല മനുഷ്യരെ അങ്ങനെ പറയുന്നത്. എന്നെ ചുന്നിരിപ്പെട്ടിക്കത് മനസ്സിലായോ? മനസ്സിലായി. നാഷണൽ വാർത്താ മാധ്യമങ്ങളിൽ വന്നിരുന്നുവെങ്കിലും CNN അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സംഭവം സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ IRGCക്ക് മിനാബിൽ സൈനിക കേന്ദ്രമുണ്ട് എന്നത് മിനാബിൽ ആക്രമണം നടക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. ഇറാന്റെ ആണവ പദ്ധതികളും മിസൈൽ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തിയ ഐതിഹാസികമായ ഓപ്പറേഷൻ ലയൺസ് റോർ മിനിമോടെ സ്കൂളിൽ അവര് ബോംബിടുമോ? അതൊക്കെ ദൂരെയുള്ള രാജ്യത്തല്ലേ, ഇവിടെ കുഞ്ഞുങ്ങളെ ഇഷ്ടമല്ലേ അപ്പൂപ്പ? അതാണ് അവര് കൊല്ലുന്നേ. അവരിവിടെ വന്ന് നമ്മളെ കൊല്ലോ. എനിക്ക് പേടിയാവുന്നു. പറ അപ്പൂപ്പ, അവരെന്തിനാ കൊല്ലുന്ന? ലക്ഷ്യം തെറ്റി മിസൈൽ പതിച്ചിരിക്കാനുള്ള സാധ്യത കൃഷ്ണൻകുട്ടി ചേട്ടനും ജോലിയൊക്കെ പരസ്പരം വഴക്കുണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ? അവരങ്ങനെ കമ്പും കല്ലും കട്ടയും ഒക്കെ എടുത്ത് പരസ്പരം എറിയുന്ന ആക്രമിക്കുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ വലിയ വലിയ രാജ്യങ്ങൾ തമ്മിലുള്ള വഴക്കായി നമുക്ക് മനസ്സിലായോ? അപ്പൂപ്പ, അവരുടെ ചക്ക പറിച്ചാനാണ് അവര് യുദ്ധം ചെയ്യുന്ന. ഇറാന്റെ ആണവ പദ്ധതികളും മിസൈൽ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് അല്ലടാ, അത് ചെറിയ കാര്യമല്ലേ, ഇത് വലിയ വലിയ കാര്യങ്ങൾ. അപ്പൂപ്പ, വലിയ കാര്യം. മോളെ, നമ്മുടെ ഇവിടുത്തെ ചക്ക പോലെയാ വലിയ വലിയ രാജ്യങ്ങള്. ജാതിക്കും മതത്തിനും വർഗീയതയ്ക്കും വർണ്ണത്തിനും പണത്തിന്റെ കൊതിക്കും ഒക്കെ ആ യുദ്ധം ചെയ്യുന്നത്. അങ്ങനെ ആ രാജ്യങ്ങൾ തമ്മിൽ വലിയ യുദ്ധം നടക്കുന്നു. പിന്നെ അവര് അധികാരം ഉറപ്പിക്കാൻ, നമ്മുടെയൊക്കെ മോളിൽ വലിയ അധികാരം ഉറപ്പിക്കാനുള്ള അഹങ്കാരം കൊണ്ടും യുദ്ധം ചെയ്യും. പിന്നെ താന്തന്മാരായ ഭരണാധികാരികളെ, അവരാണ് കുഞ്ഞുങ്ങളെന്നോ വലിയവരൊന്നും ഇല്ലാതെ എല്ലാരെയും കൊന്നെടുക്കുന്നത്. ഈ നരാധമന്മാർക്ക് മനുഷ്യനെ കൊല്ലുന്നത് വലിയ ആനന്ദം. നമ്മളൊരു വലിയ ആളാണ്, പഠിക്കും കേട്ടോ കേട്ടോ. മിനാബിൽ ആക്രമണം നടക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മേഖലയിൽ ലക്ഷ്യം തെറ്റി മിസൈൽ പതിച്ചിരിക്കാനുള്ള സാധ്യതയും അന്താരാഷ്ട്ര നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മിനാബ് മേഖലയിലും അത്തരത്തിൽ റവല്യൂഷണറി ഗാർഡ് തങ്ങളുടെ മിസൈൽ താവളങ്ങളും സ്ഫോടക വസ്തു ശേഖരങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ആക്രമണത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയും ഇറാൻ ജനതയോട് സ്വന്തം രാജ്യത്തെ സ്വേച്ഛാധിപത്യ ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു. വരും മണിക്കൂറുകളിൽ ഇറാന്റെ അവശേഷിക്കുന്ന ഭീകര പലപ്പോഴും ഇറാന്റെ പിന്തുണ എന്തുവാടി കിച്ചനായി പറയുന്നത്? അമ്മേ, നേരത്തെ അപ്പൂപ്പൻ പറഞ്ഞില്ലേ അവര് യുദ്ധം ചെയ്യുന്നത് ജാതി, പിന്നെ ഏതാണ്ട് പറഞ്ഞായിരുന്നല്ലേ അപ്പൂപ്പ? ആ ജാതിയും മതവും വർണ്ണവും വർഗീയതയും പണക്കൊതിയും കുങ്കും. അത് തന്നെ. മനസ്സിലായില്ലേ? നോക്കി അപ്പൂപ്പ, അതെന്തെങ്കിലും ഇതിനകത്തുണ്ടോന്ന്? ഉണ്ടെങ്കിൽ അവര് അമ്മയും കൊല്ലൂല്ലേ? അപ്പൂപ്പ നോക്കി അപ്പൂപ്പ, എന്റെ കൈ ആ പറഞ്ഞ വല്ല ഉണ്ടോ? ഉണ്ടെങ്കിൽ അവര് മോളെയും കൊല്ലൂല്ലേ? പശ്ചിമേഷ്യ യുദ്ധഭീതിയിൽ ട്രംപിന്റെ ഭ്രാന്ത് ലോകത്തെ ചുട്ടുകരിക്കുമോ? ഈ അശാന്തിയുടെ നിമിഷത്തിലും നമുക്ക് സമാധാനത്തിന് വേണ്ടി ആശിക്കാം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി നന്മയുടെ അടരുകൾ എന്ന പരിപാടിയുമായി ഉഷസ് ചേരും.